ഓഫീസ് കഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്കാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ആസിഡ് ക്ലാസ്സിലോട്ട് പോന്നു. ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ തന്നെ കിച്ചണിലോട്ട് പ്രവേശിക്കുമ്പോൾ കുറച്ചധികം പാത്രങ്ങൾ എന്നെയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരെല്ലാവരെയും നേരെ ഡിഷ് വാഷറിലോട്ട് കയറ്റി. ഇനിയിപ്പം നമുക്ക് സമാധാനമായിട്ട് ഞാൻ പറഞ്ഞ ആ സാധനം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ സാൽമൺ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് മെൽറ്റ് ചെയ്ത ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒറിഗാനോ ലീവ്സ് മേടിക്കാൻ മറന്നുപോയത് കാരണം പാർസൽ ലീവ്സ് കുറച്ചധികം ഇട്ട് ഞാനങ്ങ് ആഡംബരമാക്കി. ഇനി വേറെ കുറച്ച് ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സോസുകൾ. ഇവരെല്ലാവരെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു പ്രത്യേകതരം വേറൊരു സോസ് ഉണ്ടാക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ടേസ്റ്റ്. ബേക്ക് ചെയ്ത സാൽമണിനകത്തോട്ട് ഈ സോസൊക്കെ ആഡ് ചെയ്തിട്ട് കൃത്യം രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഹാഫ് ബിബിനും ഒരു ഹാഫ് എനിക്കും. അപ്പം ഞാനിനി എൻ്റെ ഡിന്നർ കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കുച്ചുവിനുള്ള വേറെ സെപ്പറേറ്റ് ഡിന്നർ എനിക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്തൊരു